ഞാൻ പ്രസംഗിക്കുന്നത് എന്റെ പ്രിയപ്പെട്ട രക്ഷകർത്താക്കളായ തന്റെ മക്കൾ വളരെ വലിയ നിലയിൽ എത്തിച്ചേരണമെന്ന് ആഗ്രഹിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് എനിക്ക് വൈകിയ വേളയിൽ പറയാനുള്ളത്, ഇതുപോലുള്ള വേദികളിൽ നാം പങ്കാളികളാകുമ്പോ, ഇതുപോലുള്ള വേദികളിൽ നാം സാന്നിധ്യം കൊണ്ട് ഈ സംരംഭങ്ങളോട് ചേർന്ന് നിൽക്കുമ്പോ നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ട ഒരു നീയത്ത്, പടച്ചതമ്പുരാനെ എന്റെ സന്താന പരമ്പരകളിൽ ഇതുപോലെ ഹാഫിലീങ്ങളായി, ഇതുപോലെ ആലിമീങ്ങളായി സനദ് വാങ്ങുന്ന ഒരു പരമ്പരയെ നീ എനിക്ക് തരണം എന്നുള്ള ഒരു നീയത്തിലാകണം എന്റെ സാധാരണക്കാരായ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഈ സദസ്സിൽ ഇരിക്കാൻ. പണ്ടുകാലത്തൊരു നെയ്ത്തുകാരൻ ഉണ്ടായിരുന്നു. ആ നെയ്ത്തുകാരൻ പള്ളിയിലെ പണ്ഡിതനെ സഹായിക്കുകയും ഖിദ്മത്ത് ചെയ്യുകയും സേവനം ചെയ്യുകയും അദ്ദേഹത്തിന്റെ നസീഹത്തുകൾ കേൾക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് നോക്കി മുഖതാവിൽ നിന്ന് അറിവുകൾ ശേഖരിക്കാൻ വേണ്ടി തന്റെ നെയ്ത്ത് സമയം കഴിഞ്ഞാൽ മുഴുവൻ സമയവും ആ പണ്ഡിതന്റെ മുന്നിൽ ഇരിക്കുന്നത് പതിവായിരുന്നു. ആ സഹോദരൻ അങ്ങനെ ഇരിക്കുമ്പോ അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള മോഹം, പടച്ചതമ്പുരാനെ എനിക്ക് ഒരു വലിയ ആലിമാകാനുള്ള ഭാഗ്യം കിട്ടിയില്ല, പക്ഷെ എന്റെ ഒരു മകനെ ഇതേപോലെ നീ ഒരു പണ്ഡിതനാക്കി മാറ്റണമെന്ന മോഹമാണ് ഞാൻ ഈ പണ്ഡിതന്മാർക്ക് ഖിദ്മത്ത് ചെയ്യുമ്പോഴും ഈ സദസ്സിൽ ഇരിക്കുമ്പോഴും എന്റെ മനസ്സിന്റെ മോഹം. അങ്ങനെ എന്റെ മകനെ നീ പണ്ഡിതനാക്കി തരണമെന്ന് പിതാവ് ദുആ ചെയ്ത് ആഗ്രഹിച്ച് അഭിലഷിച്ച് ആ സദസ്സിൽ ഇരുന്നതിന്റെ ഫലമായി അല്ലാഹു ആ നെയ്ത്തുകാരനായ പിതാവിനൊരു പൊന്നുമോനെ നൽകി. ആ പൊന്നുമോന് ആരാണ് എന്ന് അഖ്സയുടെ മുറ്റത്തൊരുമിച്ച് കൂടിയ എന്റെ പ്രിയപ്പെട്ട നൂറുകണക്കിന് സഹോദരിമാരുടെ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ മുന്നിൽ അഭിമാനത്തോടുകൂടി നമുക്ക് പറയാൻ കഴിയും, ഇമാം ഹറമൈനി റഹിമഹുല്ല ദർസ് നടത്തുന്ന കാലം അദ്ദേഹത്തിന്റെ ദർസിൽ പഠിക്കുന്ന മുഴുവൻ കുട്ടികൾക്കും ആവശ്യമായ സാമ്പത്തിക സ്രോതസ്, എല്ലാ നിലയിലും ഭക്ഷണവും വസ്ത്രവും, അവർക്ക് കിടക്കാനും കുടിക്കാനും തിന്നാനും ഉറങ്ങാനും ഒക്കെയുള്ള സൗകര്യം കൊടുക്കുന്നത് നിങ്ങൾ ഓരോരുത്തരും ഇന്നലകളിൽ കൊടുത്തതുപോലെ ആ നാട്ടിലെ ഒരു സമ്പന്നനായിരുന്നു. ആ സമ്പന്നനായ സഹോദരൻ ഇമാം ഹറമൈനി എന്ന ഉസ്താദ് ഇല്ലാത്ത സമയത്ത് കോളേജിലേക്ക് കടന്നു ചെന്നിട്ട് അവിടെ ഇരിക്കുന്ന ഓരോ മക്കളെയും വിളിച്ചിട്ട് നിങ്ങൾക്ക് എന്താകാനാണ് ആഗ്രഹമെന്ന് ചോദിച്ചു. നേരത്തെ ഇവിടെ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കേന്ദ്ര മുശാവറ അംഗം കൂടിയായ ഫൈസി ഉസ്താദ് പറഞ്ഞതുപോലെ 100 എണ്ണത്തിൽ 50 എണ്ണം ചിലപ്പോ നമുക്ക് കിട്ടും. ശരിയാണ്. എല്ലാ കുട്ടികളെയും ആ സമ്പന്നൻ വിളിച്ചിട്ട് ചോദിച്ചു, നിങ്ങൾക്ക് എന്താകണം എന്താകണം എന്ന് ചോദിക്കുമ്പോ ഓരോ മക്കളും പറഞ്ഞു, എനിക്ക് പ്രഭാഷകനാകണം, എനിക്ക് ജഡ്ജാകണം, എനിക്ക് ന്യായാധിപനാകണം, എനിക്ക് അതാകണം ഇതാകണം എന്ന്. ആ മനുഷ്യൻ തലയിൽ കൈവച്ചിട്ട് പറഞ്ഞു പോയി, പടച്ചവനെ, ഒരാള് പോലും എന്റെ ഈ കോടിക്കണക്കിന് സമ്പത്ത് ചെലവഴിച്ചിട്ട് ഒരാള് പോലും ആഖിറവുമായി ബന്ധപ്പെട്ട ഒരു ആഗ്രഹങ്ങളും പറയുന്നില്ലല്ലോ. എന്റെ സമ്പത്ത് മുഴുവനും നശിച്ചു പോയല്ലോ, എന്തിനാണ് ഞാൻ ഇവറ്റകളെ തീറ്റിപ്പോറ്റുന്നത് എന്ന് ചിന്തിച്ചിട്ട് സങ്കടപ്പെട്ട് പടിയിറങ്ങാൻ നേരത്ത് ഇതൊന്നും ശ്രദ്ധിക്കാതെ ആ കോളേജിന്റെ ഒരു മൂലയിൽ ഒതുങ്ങിയിരുന്ന് പഠിക്കുന്ന ഒരു ചെറിയ ബാലൻ ആ കുഞ്ഞിനെ അടുത്തേക്ക് വിളിച്ചിട്ട് ചോദിച്ചു, മോനെ നിനക്കെന്താകണം? ആ മകൻ പറഞ്ഞു, എനിക്ക് 3 കാര്യങ്ങളാണ് എന്റെ മനസ്സിലുള്ളത്. ഒന്ന്, ഈ വിജ്ഞാനം നുകരുന്നതിലൂടെ എന്റെ സർവശക്തനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ പൊരുത്തവും എന്റെ റബ്ബിന്റെ സംതൃപ്തിയും എനിക്ക് നേടിയെടുക്കണം. 2, എന്റെ ഹൃദയത്തിന്റെ ഉള്ളറകളിലുള്ള മാലിന്യ കൂമ്പാരങ്ങളെ കഴുകിയിട്ട് വിജ്ഞാനമാകുന്ന പ്രകാശത്തിന്റെ പ്രോജ്വലത എന്റെ ഹൃദയത്തിന്റെ ഉള്ളറകളിൽ എനിക്ക് ഒഴിക്കണം എന്ന് പറഞ്ഞ് 3ാമതൊരാഗ്രഹം കൂടി പറഞ്ഞു. അന്ധതയിലും അനാചാരത്തിലും അധാർമികതയിലും അസത്യത്തിലും ആപതിച്ചു പോകുന്ന ഒരു സമൂഹത്തെ അപചയത്തിൽ നിന്ന് കൈപിടിച്ചുയർത്തി സത്യത്തിന്റെ
നീതിയുടെ ധർമ്മത്തിന്റെ യാഥാർത്ഥ്യ ലോകത്തേക്ക് കൈപിടിച്ചു കയറ്റാൻ എനിക്ക് കഴിയണം, അതാണ് എന്റെ ആഗ്രഹമെന്ന് പറഞ്ഞ് ആ പ്രിയപ്പെട്ട മകൻ ആ നെയ്ത്തുകാരന്റെ മകനായിരുന്നു. ആ നെയ്ത്തുകാരന്റെ മകനായിരുന്നു. ആ പ്രിയപ്പെട്ട മകൻ ആരാണെന്ന് ഇപ്പോഴും എന്റെ അനുവാചകർക്ക് പിടികിട്ടിയിട്ടുണ്ടാകില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പഠനശാലയിൽ നിന്ന് പഠിത്തം കഴിഞ്ഞിട്ട് മടങ്ങി വരുമ്പോ വഴിയിൽ വെച്ച് വഴിക്കൊള്ളക്കാരൻ അവിടെ അതുവഴി വരുന്ന ആളുകളെ തടഞ്ഞു നിർത്തിയിട്ട് കയ്യിലുള്ളത് മുഴുവനും പിടിച്ചെടുക്കുകയാണ്. ആ കൂട്ടത്തിൽ മതപഠനം കഴിഞ്ഞു വരുന്ന ഒരു കുഞ്ഞിന്റെ കയ്യിൽ നിന്ന് തന്റെ സഞ്ചി പിടിച്ചു പറിച്ച വഴിക്കൊള്ളക്കാരന്റെ കയ്യിൽ നിന്ന് ആ സഞ്ചി തിരിച്ചു വാങ്ങാനുള്ള ശ്രമം ആ പാവപ്പെട്ട കുഞ്ഞു നടത്തുമ്പോ കൊള്ളക്കാരൻ ചോദിച്ചതൊറ്റ ചോദ്യമാണ്, നിനക്കിത്ര നിർബന്ധം എന്താണ് ഈ സഞ്ചി നിനക്ക് തരണമെന്ന്? ഞാനിത് നശിപ്പിക്കാൻ പോവുകയാണ്. ആ സമയത്ത് ആ ബാലൻ പറഞ്ഞത്, നിങ്ങൾ എന്നെ ആക്രമിച്ചാലും എന്നെ കൊന്നുകളഞ്ഞാലും എന്റെ കയ്യിലുള്ളത് എന്ത് നിങ്ങൾ പിടിച്ചെടുത്താലും ആ സഞ്ചി നശിപ്പിക്കരുത്. കാലം ഇത്രയും ഞാൻ പഠിച്ച അറിവുകൾ മുഴുവനും അതിൽ ഞാൻ എഴുതി പിടിപ്പിച്ചിരിക്കുകയാണ്, ഒരിക്കലും നശിപ്പിക്കരുതേ എന്ന് പറഞ്ഞപ്പോൾ കൊലച്ചിരിയോടെ കൊള്ളക്കാരൻ അട്ടഹസിച്ചുകൊണ്ട് ചോദിച്ചു, എടാ മോനെ, ഞാനിത് നശിപ്പിച്ചു കളഞ്ഞ നിന്റെ ഇത്രയും കാലത്തെ പഠനം നഷ്ടപ്പെട്ടില്ലേ? അതുകൊണ്ട് മനനം ചെയ്യണം മോനെ, ഹിഫ്ള് ചെയ്യണം, നീ കാണാതെ പഠിക്കണമെന്ന് പറഞ്ഞു. ആ കൊള്ളക്കാരന്റെ ഉപദേശം കേട്ടുകൊണ്ട് അന്ന് മുതൽ മനപ്പാടമാക്കാൻ ശ്രമിച്ച മകൻ ആ നെയ്ത്തുകാരന്റെ മകനായിരുന്നു. ഒരിക്കൽ മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അബുൽ ഹസൻ ശാദുലി റളിയല്ലാഹു തആല അൻഹു സ്വപ്നം കാണുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ ശഅബാൻ മാസത്തിലാണ്. പൊന്നാര ഹബീബ് പറഞ്ഞത്, ഈ മാസം എന്റെ മാസമാണ്, ഈ മാസത്തിലാണ് എന്റെ പേരിൽ സ്വലാത്ത് ചെല്ലണമെന്ന സൂക്തം അവതരിപ്പിക്കപ്പെട്ടത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട അഹ്ലുസുന്നയുടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് പറയാണ്, അടിമാലിയിലെ ഏതെങ്കിലും ഒരു മുഹമ്മദിന്റെ പേരല്ല, കാരുണ്യത്തിന്റെ പ്രവാചകൻ നമ്മളാക്കി മാറ്റിയ നമ്മുടെ വികാരത്തിന്റെയും വിചാരത്തിന്റെയും നമ്മുടെയൊക്കെ പ്രതീകമായ ത്വാഹ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വപ്നത്തിൽ അബുൽ ഹസൻ ശാദുലി തങ്ങൾ കാണുകയാണ്. വലതുഭാഗത്ത് കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം, ഇടതുഭാഗത്ത് റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാം. അല്ലാഹുവിന്റെ ഹബീബ് മൂസ നബിയോടും ഈസ നബിയോടും ചോദിക്കുകയാണ്, അല്ലയോ പ്രവാചകന്മാരെ, നിങ്ങളുടെ സമൂഹത്തിൽ എന്റെ കാലഘട്ടത്തിൽ എന്റെ സമുദായത്തിലെ ഒരു പണ്ഡിതനെ പോലുള്ള ഒരു പണ്ഡിതന് നിങ്ങളുടെ സമൂഹത്തിലുണ്ടോ? മൂസാ നബിയും ഈസാ നബിയും ചോദിച്ചു, ഇല്ല. ആരാണ് ആ പണ്ഡിതൻ? അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു കൊടുത്ത പേര് കേട്ടിട്ട് അബുൽ ഹസൻ ശാദുലി തങ്ങളെ ഞെട്ടിപ്പോയി. ആ പേര് നെയ്ത്തുകാരന്റെ മകന്റെ പേരായിരുന്നു. ആ നെയ്ത്തുകാരന്റെ മകൻ ആരാണ്? ആ മകന്റെ പേര് പറയാത്ത സൂര്യോദയമില്ല, ആ മകന്റെ പേര് പറയാത്ത സൂര്യാസ്തമയങ്ങളില്ല. ഇൽമിന്റെ മജ്ലിസുകളിൽ ചെന്നിരിക്കുമ്പോൾ, പണ്ഡിതന്മാർക്ക് ഖിദ്മത്തെടുക്കുമ്പോ, സനദ് വാങ്ങുന്ന പൊന്നുമക്കളുടെ ചാരപ്പ് ചെന്ന് സന്തോഷത്തോടെ, കൗതുകത്തോടെ, ജിജ്ഞാസയോടെ, അത്ഭുതത്തോടെ നോക്കിയിരിക്കുമ്പോൾ, പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരെ, നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ടത് എന്റെ സന്താന പരമ്പരകളിൽ ഇതുപോലെ സനദ് വാങ്ങുന്ന ഹാഫിലീങ്ങളെ തരണമല്ലാ, ഇതുപോലെ പണ്ഡിതനായി സനദെടുക്കുന്ന ഒരു പരമ്പരയെ നീ എനിക്ക് തരണേ തമ്പുരാനെ. ആ ഒരു ദുആയാണ്, പ്രതീക്ഷയാണ്, ആഗ്രഹമാണ്, അഭിലാഷമാണ് എനിക്കും നിങ്ങൾക്കും ഉണ്ടാകേണ്ടത്. അങ്ങനെയാണ് നെയ്ത്തുകാരന്റെ പ്രിയപ്പെട്ട മകനെ വലിയ നിലയിലെത്തിയത്. ആ മകനാരെന്നറിയോ? അഖ്സാ ഇസ്ലാമിക് അക്കാഡമിയുടെ 4 മതിൽ കെട്ടിന്റെ ഉള്ളില് ആ പണ്ഡിതന്റെ പേര് പറയാത്ത സൂര്യോദയം ചിലപ്പോ കാണണമെന്നില്ല. പ്രിയപ്പെട്ടവരെ, ആരായിരുന്നു ആ മഹാനെന്നറിയോ? യാ റബ്ബി അഅതി ലനാ ഇൽമൻ വഫഹ്മൻ കമാ അഅതൈത യാ റബ്ബനാ ലിശൈഖി ഗസാലി നവ്വിർ ഇലാഹ സമാ ഖൽബൽ ഗരീബി കമാ നവ്വർത ഖൽബ ഇമാം മിൻ നാസി ഗസാലി. ആ
നെയ്ത്തുകാരന്റെ പൊന്നുമോൻ ആരെന്നറിയോ? മഹാനായ ഹുജ്ജത്തുൽ ഇസ്ലാം ഇമാം അബൂ ഹാമിദുൽ ഗസ്സാലി റഹിമഹുല്ലാഹ്. ഇമാം ഗസ്സാലി തങ്ങളെ മറന്നുകൊണ്ട് കേരളത്തിലോ ഇന്ത്യയിലോ അല്ല ആകാശത്തിന്റെ ഭൂമിയുടെ മുകളിൽ ഒരു പണ്ഡിതന്റെ ചരിത്രം പറയാ നമുക്ക് വേറെയുണ്ടോ? ആത്മീയ ലോകത്തിന്റെ കടാവിളക്കായി മാറിയ തസവ്വുഫിന്റെ ഉന്നതമായ മേഖലകളിൽ കടന്നു ചെന്ന മഹാനായ സയ്യിദുനാ ഇമാമുനാ ഗസ്സാലി റഹിമഹുല്ലാഹ്. ആ ഗസ്സാലി തങ്ങൾ എങ്ങനെയാണ് ഈ ലോകത്തേക്ക് പടർന്ന് പന്തലിച്ചതെന്നറിയോ? ആ ഗസ്സാലി ഇമാം എങ്ങനെയാണ് സർവ്വലോകത്തിലും വാഴ്ത്തപ്പെടുന്നവനായി മാറിയതെന്നറിയോ? അഖ്സയുടെ സനദ്ദാന മഹാസമ്മേളനത്തിൽ ഒരുമിച്ച് കൂടിയതുപോലെ ഏതോ ഒരു സദസ്സിൽ, പണ്ഡിതന്മാരിരിക്കുന്ന സദസ്സിൽ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട പിതാവ് ചെന്നിരുന്ന മോഹത്തോടെ, ആഗ്രഹത്തോടെ, പ്രതീക്ഷയോടെ, പടച്ച റബ്ബേ എന്റെ മക്കളെ ഇതുപോലെ ആക്കണേ എന്നൊന്ന് ദുആ ചെയ്തപ്പോ അല്ലാഹു ആ പൊന്നുമോനെ ലോകമാദരിക്കപ്പെടുന്ന മഹാപണ്ഡിതനാക്കി മാറ്റിയെങ്കിൽ മനസ്സിന്റെ ഉള്ളറകളിൽ മോഹിക്കു പെങ്ങളെ എറണാകുളത്ത് ഫ്ലാറ്റ് കിട്ടുന്ന നിലയിലെ ഗായകനാക്കാനല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, എല്ലാവരും അംഗീകരിക്കപ്പെടുന്ന ഫാൻസ് അസോസിയേഷന്റെ വലിയ വേലിയേറ്റ സൃഷ്ടിക്കപ്പെടുന്ന ഒരു ആർട്ടിസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ടല്ല, ഒരു സിനിമാ നടനും നടിയുമാക്കാൻ വേണ്ടിയിട്ടല്ല നമ്മൾ കൊതിക്കേണ്ടത്. ഇന്നെല്ലാവരും പുച്ഛത്തോടെ കാണുന്നതാരെയാണ്? ഒന്നിനും കൊള്ളാത്തവരെ കൊണ്ടുവന്ന് ചേർക്കുന്ന ഇടമാണ് ദർസ്. പാവപ്പെട്ടവര് മാത്രം പഠിക്കുന്ന സ്ഥാപനമാണ് ദർസ്. പണക്കാരന്റെ മക്കള് പോകുന്നില്ലല്ലോ, പാവപ്പെട്ടവന്റെ മക്കൾ മാത്രമല്ലേ പഠിക്കുന്നുള്ളൂ. ആ ധാരണ തെറ്റാണ് പ്രിയപ്പെട്ടവരെ. ലോകം മുഴുവനും അംഗീകരിക്കുന്ന മഹാനായ അബൂ ഹനീഫത്തുൽ കൂഫി നുഅ്മാനി റളിയല്ലാഹു അൻഹു. 4 മദ്ഹബ് ഉണ്ടല്ലോ നമ്മുടെ മുന്നിൽ. ആ 4 മദ്ഹബിന്റെയും ഏറ്റവും വലിയ സീനിയറായ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹു സമ്പന്നനാ, അല്ല കോടീശ്വരനാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അബൂ ഹനീഫ ഇമാമിനെ മാറ്റി നിർത്തിയിട്ട് നമുക്കൊരു പണ്ഡിതന്റെ കഥ പറയാനുണ്ടോ? സഹോദരാ, ചിന്തിച്ചു നോക്കണേ. ആ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു കോടീശ്വരനായിരുന്നു. കഴിക്കാൻ ഭക്ഷണമില്ലാത്ത പാവപ്പെട്ടവന്റെ ചെറ്റക്കൂരയിൽ നിന്ന് 3 നേരം കഞ്ഞി കുടിക്കാൻ വേണ്ടി കൊണ്ടുവന്ന് തളച്ചിടപ്പെടുന്ന ഒരു ജയിലാണ് ദർസെന്ന്. അതാണ് ഒരു അറബി കോളേജ് എന്ന് ചിന്തിച്ചു പോയ കാലഘട്ടത്തിൽ നിന്ന് നേരെ തിരിഞ്ഞു വരികയാ. ഇന്നെന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മനുഷ്യന് മനസ്സിലാവുകയാണ് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ വാഹകരുണ്ടല്ലോ. ഇരിക്കുന്ന പ്രിയപ്പെട്ട മക്കൾ ആരാണെന്നറിയോ? ഇവരൊരു പക്ഷേ നേരത്തെ ഇവിടെ ഫൈസി ഉസ്താദ് പറഞ്ഞതുപോലെ അവര് ദീനീ പ്രബോധന പാതയിലേക്ക് ഇറങ്ങുമ്പോ ശമ്പളം 10,000 രൂപയാകാം, ചിലപ്പോ 12,000 രൂപയാകാം. പക്ഷേ ഇവരുടെ മഹത്വം അറിയണമെങ്കിൽ ഒരേ ഒരു ആയത്ത് നിങ്ങൾ കേട്ടാ മതി. അള്ളാന്റെ വിശുദ്ധമായ ഖുർആനിലൂടെ പടച്ചതമ്പുരാ പറഞ്ഞതെന്തെന്നറിയോ? ഇന്നാ നഹ്നു നസ്സൽന الذിക്റ വഇന്നാ ലഹു ലഹാഫിളൂൻ. എന്താ ഖുർആനിലൂടെ ഈ ആയത്തിലൂടെ പടച്ചതമ്പുരാന്റെ പ്രഖ്യാപനമെന്നറിയോ? തിരൂരങ്ങാടി പ്രസ് മുഴുവനും എടുത്ത് കടലുണ്ടി പുഴയിലെടുത്ത് കളഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, മദീനയിലെ ഖുർആൻ പ്രസ്സിനെ എടുത്തിട്ട് ജിദ്ദ കടപ്പുറത്ത് വലിച്ചെറിഞ്ഞാൽ, ലോകത്ത് ഇന്റർനെറ്റിലൂടെ ഏതെങ്കിലും ഒരു വൈറസ് കയറ്റിയിട്ട് ഖുർആനിന്റെ കോപ്പികൾ മുഴുവനും കത്തിക്കരിച്ച് കളഞ്ഞാൽ, ഒരൊറ്റ പള്ളിയിലും ഒരു അറബി കോളേജിലും ഒരു വീട്ടിലും ഒരു മദ്രസയിലും ഒരു തീഖാനയിലും ഒരു അറബി കോളേജിലും ഒരു ബനാത്തിലും ഒരു ഖുർആൻ കിട്ടാത്തൊരു കാലം വന്നിരിക്കട്ടെ. ഇന്റർനെറ്റിൽ ഖുർആൻ സെർച്ച് ചെയ്യുമ്പോൾ കിട്ടാത്തൊരു കാലം വന്ന് വൈറസ് മുഴുവനും കടന്നു വന്നിട്ട് അതിനെ നശിപ്പിച്ചെന്നിരിക്കട്ടെ. ഇല്ല പെങ്ങളെ, അള്ളാന്റെ വിശുദ്ധ ഖുർആനിന് തെറ്റുപറ്റൂല. പുരാതന കാലത്തെ പ്രാകൃതന്റെ പുരോഗമന കാലത്തെ പരിഷ്കൃതന്റെ മനോമുഖരത്തിൽ പരിവർത്തനത്തിന്റെ പടപ്പാട്ട് പാടിയ ലോകം ഭാഗിച്ചുകൊണ്ടിരുന്ന വിമോചന സരണി, ആഗോള സംസ്കാര സംശുദ്ധ സിദ്ധാന്തം വിളിച്ചോതുന്ന വിശുദ്ധമായ ഖുർആനില്ലേ, ഹിറാഗുരത്തിന്റെ അന്തരീക്ഷത്തെ കീറിമുറിച്ചുകൊണ്ട് റൂഹുൽ അമീൻ മലക്ക് ജിബ്രീൽ നസലൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഓതിക്കൊടുത്ത വിശുദ്ധമായ ഖുർആൻ ഉണ്ടല്ലോ. ആ ഖുർആനിനെ അല്ലാഹ് പറയുന്നു, എവിടെ കരിച്ചു കളഞ്ഞാൽ ഇന്ത്യയുടെ പാർലമെന്റിന്റെ മുമ്പിലിട്ട് സത്യനിഷേധികള്, ഇന്ത്യ രാജ്യത്തിന്റെ ശത്രുക്കൾ ഖുർആൻ കത്തി
കത്തിച്ചല്ലോ. ഇനി എല്ലാ സ്ഥലങ്ങളിലും ഖുർആൻ കത്തിച്ചെന്നിരിക്കട്ടെ, എന്നാലും ഈ ഖുർആൻ ലോകാവസാനം വരെ നിലനിൽക്കുമെന്നാണ്. എങ്ങനെയാണ് ലോകാവസാനം വരെ നിലനിൽക്കുന്നതെന്നറിയോ? അള്ളാഹു അതിന് പറഞ്ഞ വേടെന്താണ്? അള്ളാഹു അതിന് പറഞ്ഞ കെലിമത്ത് എന്താണ്? ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. അള്ളാഹുവിന് എന്തെല്ലാം വാക്കുകൾ പറയാ, പക്ഷെ അള്ളാഹു തആല ഖുർആനിനെ നിലനിർത്തുമെന്ന് പറഞ്ഞ വാക്കേതാണ്? ഈ ഇരിക്കുന്നതിൽ അങ്ങേയറ്റം ഇരിക്കുന്ന 4 മക്കളുടെ പേരെന്താ? ഇന്ന് മുതൽ അവര് ഹാഫിലീങ്ങളാണ്, അവര് ഹാഫിലീങ്ങളാണ്. അതേ വാക്ക് തന്നല്ലേ പടച്ചവൻ പറഞ്ഞത്, ഇന്നാ ലഹു ലഹാഫിളൂൻ. അവരെ നാം സൂക്ഷിക്കുന്നതാണ്, ആ ഖുർആനിനെ നാം ഹിഫ്ള് ചെയ്യുന്നതാണ്. എന്തേ ആ പേരല്ലേ ഖുർആനെ ഹാഫിൾ എന്ന് വിളിക്കുന്നത്? എന്ന് പറഞ്ഞാൽ യഖ്സ പോലുള്ള പരിശുദ്ധമായ ഹിഫ്ളിന്റെ കോളേജുകൾ ഉള്ളിടത്തോളം കാലം ഇല്ല വിശുദ്ധ ഖുർആൻ നശിപ്പിക്കപ്പെടുകയില്ല. വിശുദ്ധ ഖുർആൻ നശിപ്പിക്കാൻ ആർക്കും കഴിയില്ല. കാരണം ഈ ഹിഫ്ള് കോളേജുകൾ നിലനിൽക്കുന്നിടത്തോളം കാലം ഇതിനാരാ സഹായിക്കേണ്ടത്? ആരാണ് ഇതിന് സഹായിക്കേണ്ടത്? 13,550 രൂപ ശതമാന കണക്ക് വെച്ച് വർഷം തോറും ശമ്പളം കൂട്ടുന്ന പണ്ഡിതന്മാരാണോ? അല്ലേ? ശമ്പളം കൂട്ടിയോന്ന് ചോദിച്ചാൽ പറയും 17,228 രൂപ 25 പൈസ എന്ന് പറയും. എന്താ അങ്ങനെയെന്ന് ചോദിച്ചാൽ പറയും വന്ന വർഷങ്ങളുടെ ശതമാന കണക്കാ. പള്ളിയിൽ പെയിന്റ് അടിക്കുന്നതിനും ടൈലിടുന്നതിനും AC ഫിറ്റ് ചെയ്യുന്നതിനും ക്ലോസറ്റ് മാറ്റി വെക്കുന്നതിനും ഇവിടെ കണക്കുകളില്ല. മുസ്ലിം പണ്ഡിതന്മാരുടെ അവരുടെ ദഅവത്തിന്റെയും തഅലീമിന്റെയും തദ്രീസിന്റെയും മാർഗത്തിൽ നിന്ന് അപ്പർ കച്ചവടത്തിനും തൊപ്പി കച്ചവടത്തിനും വസ്തു കച്ചവടത്തിനും വണ്ടി കച്ചവടത്തിനും വേണ്ടി പണ്ഡിതന്മാര് പോകേണ്ടി വന്നാൽ ഇവിടെ ജുഹാലിങ്ങൾ പെരുക്കും. അതൊരു സംശയമില്ലാത്ത കാര്യമാണ്. അങ്ങനെ പെരുത്താൽ ഇവിടെ ഹാഫിലീങ്ങൾക്ക് കുറവുണ്ടാകും. ഈ ഹാഫിലീങ്ങൾക്ക് കുറവുണ്ടായാൽ വിശുദ്ധമായ ഖുർആനിന്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോകത്ത് ഖുർആന് ഹാഫിലീങ്ങളാകുന്ന ഒരു സമൂഹത്തിന്റെ കുറവ് വല്ലാത്തൊരു കുറവ് തന്നെയാണ്. പക്ഷെ ഒരിക്കലും ഇങ്ങനെ ഒരു വംശനാശം ഉണ്ടാകുന്ന ദിനോസർ പോലുള്ള ഏതെങ്കിലും ഒരു ജീവികളാണ് ഹാഫിലീങ്ങളും മുത്തഅലിമീങ്ങളും എന്ന് കരുതണ്ട. കാരണം കള്ളം പറയാത്ത അല്ലാ, വാക്കുമാറ്റാത്ത അല്ലാ, ലോകത്തിന്റെ ഗതിവിഗതികളെ നിയന്ത്രിക്കുന്ന അല്ലാ, ആ തെങ്ങിന്റെ ഓലയുടെ ഒരു ചെറിയ ഈർക്കില് പോലും ചലിപ്പിക്കുന്ന അല്ലാ, ഈ ഇരിക്കുന്ന നൂറുകണക്കിന് സഹോദരന്മാരുടെ ഹൃദയത്തിന്റെ ഉള്ളറകളിലുള്ള ചലന നിശ്ചലനങ്ങൾ അറിയുന്ന അല്ലാ, കല്ലെടുക്കിലെ പുൽക്കൊടിക്ക് പോലും കുടിനീര് കൊടുക്കുന്ന അല്ലാ, ആ പടച്ചതമ്പുരാൻ അറിയാം എങ്ങനെ ഈ ഖുർആൻ ഇവിടെ നിലനിർത്തണമെന്ന്. അതുകൊണ്ട് ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയുന്നത്, ഒരിക്കലും നമ്മൾ ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഒരിക്കലും നമ്മൾ ഈത്തപ്പഴം കയറ്റി അയക്കേണ്ട കാര്യമില്ല. രാജസ്ഥാനിലേക്ക് മണൽ കയറ്റി അയക്കേണ്ട കാര്യമില്ല. ഈ സദസ്സിൽ ഒരു വലിയ പ്രസംഗത്തിന്റെ ആവശ്യമൊന്നുമില്ല. ഇരിക്കുന്നവരൊക്കെ വിവരമുള്ളവരാണ്. സാധാരണക്കാരായ നിങ്ങളും വിവരമുള്ളവരാണ്. വിവരമുള്ള കുടുംബത്തിൽ നിന്ന് വന്ന സഹോദരിമാരാണ്, പ്രതിനിധികളാണ് നിങ്ങളും. അതുകൊണ്ട് പ്രസംഗത്തിനല്ല പ്രസക്തി. പക്ഷെ ഞാൻ ഒരൊറ്റ ഹദീസ് നിങ്ങളെ ബോധ്യപ്പെടുത്താം, അത് കേട്ട് തീരാതെ ആരും പോകരുതെന്ന് എനിക്ക് പറയാനുള്ളൂ. ലോകത്ത് 2 ഗ്രൂപ്പുകളെ അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളൂ ശ്രേഷ്ഠരാണെന്ന്. ശ്രദ്ധയോടെ കേട്ടോളി. ലോകത്ത് 2 വിഭാഗം ആളുകളെ ഏറ്റവും ശ്രേഷ്ഠരാണെന്ന് നബിതങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളൂ. ഖൈറുക്കും, നിങ്ങളിൽ ശ്രേഷ്ഠർ ആരാ? മൻ തഅല്ലമൽ ഖുർആന. ഈ ഇരിക്കുന്ന സനദ് വാങ്ങിയ മക്കളും ഈ മുന്നിലിരിക്കുന്ന പ്രിയപ്പെട്ട സനദ് വാങ്ങാനുള്ള മക്കളും അഖ്സയുടെ 4 മതിൽക്കെട്ടിന്റെ ഉള്ളിൽ വിശുദ്ധ ഖുർആനും ഹദീസിന്റെയും അഖീദയുടെയും ഫിഖ്ഹിന്റെയും അഖ്ലാഖിന്റെയും ഗ്രന്ഥങ്ങൾ നിവർത്തി വെച്ചിട്ട് രാവും പകലും ഇരുന്ന് കഷ്ടപ്പെട്ട് പഠിക്കുന്ന മക്കളാണ് ലോകം കണ്ട ഏറ്റവും ശ്രേഷ്ഠതയുള്ളവർ. രണ്ടാമതൊരു വിഭാഗം, 2ാം സ്ഥാനം ശ്രദ്ധിക്കണം. 2ാം സ്ഥാനം വഅല്ലമഹു, പഠിപ്പിക്കുന്ന ഉസ്താദുമാരാ. ഫസ്റ്റ് ആരാ? പഠിക്കുന്ന മക്കൾ. രണ്ടാമത് വഅല്ലമഹു, എന്റെയും നിങ്ങളുടെയും ഹബീബിന് തെറ്റുപറ്റില്ല. അവിടെന്ന് പറയുന്ന ഓരോ വാക്കുകളും ചടുലമാണ്. അവിടെന്ന് പറയുന്ന ഓരോ വാക്കുകളും അളന്ന് തിട്ടപ്പെടുത്തി വളരെ കൃത്യമായി നാഴിക്ക് നാരായം പോലെയാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ആദ്യം ശ്രേഷ്ഠതയുള്ളത് പഠിക്കുന്ന മക്കൾക്ക്, രണ്ടാമത് പഠിപ്പിക്കുന്ന ഉസ്താദുമാർക്കാണ്. അല്ലാത്തവർക്കൊന്നും ഒരു ശ്രേഷ്ഠതയും അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടില്ല. അപ്പൊ നിങ്ങൾ ചിന്തിക്കും, ഈ മുസ്ലിയാർക്ക് ശമ്പളം കൊടുത്ത ഞാനല്ലേ, ഈ പഠിക്കുന്ന മക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ഞാനല്ലേ, അപ്പൊ ഞാൻ ആരായി? ശശിയായോ?
ഞാൻ ആരായി? ഞാൻ തേഞ്ഞില്ലേ? എനിക്കെന്ത് കിട്ടാനാ? കൊടുക്കുന്നത് ഞങ്ങള് സഹോദരിമാരെ ചിന്തിക്കും. എന്റെ കെട്ടിയോന് അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്തവനാണ്, അയാളെ പോലും ഞാൻ നിർബന്ധിച്ച് 10,000 കൊടുക്ക്, 10 ലക്ഷം കൊടുക്ക്, 50,000 കൊടുക്ക് എന്ന് പറഞ്ഞിട്ട് ഞാനാണ് എന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ കുത്തിത്തള്ളി അക്സയിലേക്ക് വിട്ടത്. അവിടെ പഠിക്കുന്ന മക്കളും പഠിപ്പിക്കുന്ന ഉസ്താദുമാരും മാത്രമേ ശ്രേഷ്ഠതയുള്ളവര്, അല്ലെങ്കിൽ അവര് മാത്രമേ നല്ലവരുള്ളെങ്കിൽ പിന്നെ എന്റെ ഭർത്താവിന് എന്ത് സ്ഥാനം? അതുകൊണ്ട് തീരുമാനമെടുക്കുന്നു, കൊടുക്കണ്ടായിനി മുതല്, കൊടുക്കണ്ടായിനി ഒന്നും. ഞാൻ ഒരു കാര്യം എന്റെ പ്രിയപ്പെട്ടവർ ഉണർത്തുകയാ. ആരൊക്കെയാണ് ശ്രേഷ്ഠരെന്ന് പഠിപ്പിച്ചത്? ഖുർആൻ പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരും. സ്റ്റുഡന്റ്, ടീച്ചർ, ഈ 2 കൂട്ടരെ അള്ളാഹുവിന്റെ മുന്നിൽ ശ്രേഷ്ഠതയുള്ളവരുള്ളൂ. നിങ്ങൾ ഇതിൽ ഏതിൽ പെടുവെന്നൊന്ന് പരിശോധിക്കും. നിങ്ങൾ പഠിക്കുന്നവരിൽ പെടുവോ, പഠിപ്പിക്കുന്നവരിൽ പെടുവോ എന്നൊരു പരിശോധന നമുക്ക് നടത്താം. ഒരിക്കൽ സഹാബത്തിരിക്കുന്ന വേദിയിൽ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ പറന്നിറങ്ങുകയാണ് ജിബ്രീൽ അലൈഹിസ്സലാം. കടന്നു വന്ന് സലാം ചൊല്ലുകയാ. തൂവെള്ള വസ്ത്രമാണ്, കറുത്ത തലമുടിയാണ്, നല്ല ശരീരമാണ്, യാത്രയുടെ ലക്ഷണങ്ങളൊന്നും ഇല്ലാത്ത, യാത്രയുടെ യാതൊരു ലക്ഷണങ്ങളൊന്നും ഇല്ലാത്ത, എന്നാൽ അടുത്തിരിക്കുന്നവർക്ക് പരിചയമൊന്നുമില്ലാത്ത ഒരു അത്ഭുതമായ വേഷം ധരിച്ച് ആ ഒരു മനുഷ്യനെ കടന്നു വരുന്ന ജിബ്രീലാണെന്ന് പിന്നീടാ തിരിഞ്ഞത്. ആ ജിബ്രീലും വേഷം മാറിയിട്ട് വേഷപ്രച്ഛന്നനായി അള്ളാന്റെ ഹബീബിന്റെ മുട്ടോട് മുട്ട ചേർത്ത് വെച്ചിട്ടിരിക്കുകയാണ്. എന്നിട്ട് ചോദിക്കുന്നു, നബിയേ, മൽ ഈമാൻ, മൽ ഇസ്ലാം, മൽ ഇഹ്സാൻ, മൽ ഇഖ്ലാസ്, മത്തസാ. ഇതെല്ലാം ചോദിച്ചപ്പോ ഓരോന്നിനും റസൂലുള്ള വ്യക്തമായി മറുപടി കൊടുക്കുകയാ. ഈമാൻ ഇതാണ്, ഇസ്ലാം ഇതാണ്, ഇഹ്സാൻ ഇതാണ്, ഇഖ്ലാസ് ഇതാണ്, ഖിയാമത്ത് നാളിന്റെ അടയാളം ഇതാണ്. അവസാന ജിബ്രീൽ പറയുകയാണ്, സദഖത സദഖത സദഖത, സത്യം തന്നെ, സത്യം തന്നെ, സത്യം തന്നെ. ഇത് പറഞ്ഞിട്ട് എഴുന്നേറ്റ് അവിടെ നിന്ന് പോവുകയാ. അടുത്തിരിക്കുന്ന സഹാബി വര്യന്മാരോട് കാരുണ്യത്തിന്റെ പ്രവാചകൻ ചോദിച്ചു, അറിയുമോ ആളാരാണെന്ന്? ഈ വന്ന ആളിനെ അറിയോ? അവര് പറഞ്ഞു, നബിയെ, അടുത്തുള്ള ആളല്ല. അടുത്തുള്ള ആളാണെങ്കിൽ ഞങ്ങൾക്ക് പരിചയം ഉണ്ടാകണമല്ലോ, പക്ഷെ അതീവ ദൂരെയുള്ള ആളുമല്ല, അധികം ദൂരെ നിന്ന് വന്ന ആളുമല്ല. കാരണം യാത്രയുടെ ലക്ഷണങ്ങളൊന്നും തന്റെ ഡ്രസ്സിലില്ല. ആ സമയത്ത് പാൽപുഞ്ചിരി തൂകിയിട്ട് 14 പൗർണമിയെ പോലെ കാരുണ്യത്തിന്റെ ഹബീബ് പറഞ്ഞെന്തെന്നറിയോ? അത്താക്കും ജിബ്രീൽ, ഈ വന്നത് ജിബ്രീലാണ്. ലിയുഅല്ലിമകും ദീനകും, ലിയുഅല്ലിമകും ദീനകും, ലിയുഅല്ലിമകും ദീനകും, നിങ്ങൾക്ക് ദീൻ പഠിപ്പിച്ചു തരാൻ വേണ്ടി വന്നതാ. അവിടെ ജിബ്രീലിനെ റസൂലുള്ള പരിചയപ്പെടുത്തിയ പദം ഏതാണ്? ടീച്ചർ എന്ന പദമാണ്, മുഅല്ലിം എന്ന പദമാണ്, അധ്യാപകൻ എന്ന പദമാണ്, ഉസ്താദ് എന്ന പദമാണ്. പക്ഷെ ജിബ്രീൽ എന്തെങ്കിലും ഒന്ന് പഠിപ്പിച്ചു കൊടുത്തോ? ചിന്തിച്ചു നോക്കിയേ. ഒരക്ഷരം ജിബ്രീൽ അവിടെ ഇരുന്ന സഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തോ? ഇല്ല. പഠിപ്പിച്ചതാരാണ്? അള്ളാന്റെ ഹബീബ്. പഠിച്ചതാരാണ്? സഹാബത്ത്. പക്ഷെ പഠിക്കാൻ സഹായിച്ചത്, നബിതങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാൻ പ്രേരിപ്പിച്ചത്, ആ പഠനത്തിന് സൗകര്യം ചെയ്തു കൊടുത്തത് ജിബ്രീലിന്റെ ചോദ്യത്തിനാണല്ലോ സഹാബത്തിന് മറുപടിയായി നബിതങ്ങൾ കൊടുത്തത്. ആ പഠനത്തിന് കാരണക്കാരായ ജിബ്രീലിനെ അല്ലാഹുവിന്റെ റസൂൽ പരിചയപ്പെടുത്തിയത് മുഅല്ലിം എന്ന പദമാണ്. എന്ന് പറഞ്ഞാൽ അഖ്സയെ സഹായിക്കുന്നവരെ നിങ്ങളും മുഅല്ലിമീങ്ങളിൽ പെട്ടവര് തന്നെയാണ്. പഠിപ്പിക്കുന്നവര് മാത്രമല്ലല്ലോ, പഠിപ്പിക്കാൻ കാരണക്കാരായവരും അള്ളാന്റെ ദീനില് ഏറ്റവും ശ്രേഷ്ഠതയുള്ള 2ാം വിഭാഗത്തിൽ പെട്ടവരാണ് എന്ന് ഇന്നേവരെ കളവ് പറയാത്ത എന്റെയും നിങ്ങളുടെയും നേതാവ്, അജയ്യനായ അമരക്കാരൻ ഹബീബേ നബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരു രൂപ പോലും നമുക്ക് നഷ്ടമല്ല, ഒരു രൂപ പോലും നമുക്ക് നഷ്ടമല്ല. ഒരു വാക്കുകൊണ്ട് നമ്മളെ സഹായിച്ചാൽ നമുക്ക് നഷ്ടം വരില്ല. ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ദാനധർമ്മങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു മേഖല ഏതാണ്? അള്ളാന്റെ പരിശുദ്ധ ദീൻ പഠിക്കുന്ന മക്കൾക്ക് കൊടുക്കലാണ്. നമ്മളൊക്കെ ഡ്യൂട്ടി എന്താണ്? മരണസ്മരണ, ദിക്റുൽ മൗത്ത്. മരണത്തെ പറ്റി എപ്പോഴും ഓർക്കൽ സുന്നത്താണ്, നിർബന്ധമില്ല, സുന്നത്താണ്. അത് കൂലി കിട്ടുന്ന കാര്യമാണ്. പക്ഷേ എനിക്ക് ഹാർട്ടിന് പ്രശ്നമുണ്ട്, എനിക്ക് നടുവിന് പ്രശ്നമുണ്ട്,
നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ രോഗിയാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യം വന്നാൽ ആ മരണത്തെ ഓർത്തുകൊണ്ടിരിക്കൽ മുഅക്കദായ സുന്നത്താണ്, ശക്തിമത്താണ്. അപ്പോഴും ഈ ഇരിക്കുന്ന മക്കൾക്ക് ആ സുന്നത്തില്ല. ഈ ഇരിക്കുന്ന മക്കൾ മരണത്തെ ഓർത്തുകൊണ്ടിരിക്കേണ്ടവരല്ല, അവര് ആ സമയം കൂടി വായിച്ചു പഠിക്കേണ്ടവരാണ്. ആ സമയം കൂടി വായിച്ചു പഠിക്കേണ്ടവരാണ്. മരണസ്മരണ എന്ന സുന്നത്തായ ഇബാദത്തിൽ നിന്ന് പോലും ഒഴിവാക്കപ്പെടുകയും ഒരു ഖബറിന്റെ ചാരത്ത് കൂടി നടന്നു പോയാൽ പല പല അഭിപ്രായങ്ങൾ വരുന്നുണ്ടെങ്കിൽ പോലും എല്ലാ അഭിപ്രായങ്ങളെയും മാനിച്ചുകൊണ്ട് ഒരു ഭാഗത്ത് നിന്നുകൊണ്ട് നമുക്ക് പറയാം, വർഷങ്ങളോളം ആ ഖബറിനകത്ത് ശിക്ഷയോ ചോദ്യമോ ഉണ്ടാവുകയില്ലെന്ന് റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിക്കുക മാത്രമല്ല, അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ പാരാവാരം പോലെ പരന്ന് നിവർന്നു കിടക്കുന്ന മാലാഖമാരുടെ ചിറകിന് താഴെ സഞ്ചരിക്കുന്നവരാണ് ഈ മുത്തഅല്ലിമീങ്ങൾ. അവരെ സഹായിക്കുക എന്ന് പറയുന്നത് ലോകത്ത് നമ്മൾ വേറെ എന്തിന് കൊടുക്കുന്നതിനേക്കാളും വലിയ പുണ്യമാണ്. അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹു ഏറ്റവും കൂടുതൽ ധർമ്മം ചെയ്യുന്നത് ഇൽമിന്റെ വ്യാപനത്തിന് വേണ്ടിയായിരുന്നു. നമ്മളാണെങ്കിലോ ചിന്തിച്ചു നോക്ക്, പള്ളിക്കുറ്റിയിൽ ഇടുന്ന എത്ര? 5 രൂപ. ബക്കറ്റ് കളക്ഷനിൽ ഇടുന്ന എത്ര? 10 രൂപ. നമ്മൾ ഇടുന്നത് അതല്ലേ? അതേസമയം നമ്മൾ ഏതെങ്കിലും ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ കയറിയിട്ട് വിഭവസമൃദ്ധമായ ഭക്ഷണം കഴിച്ചിട്ട് 7,850 രൂപ ബില്ല് വന്നാൽ നമ്മൾ കൃത്യമായിട്ട് 8,000 രൂപ എടുത്തിട്ട് വെയിറ്ററുടെ കയ്യിൽ കൊടുത്തിട്ട് ബാക്കി നീ ടിപ്പ് വെച്ചോ എന്ന് പറഞ്ഞിട്ട് 150, 200, 250 രൂപ ടിപ്പ് കൊടുക്കും. കൊടുത്തോളിൻ, അതൊക്കെ അവർക്ക് അർഹതപ്പെട്ടതാണ്. പാവങ്ങളാ, നമ്മൾ കഴിച്ചതിന്റെ ഈ എച്ചിൽ പറക്കാൻ നടക്കുന്ന പാവപ്പെട്ടവർ, അവരുടെ ഗതികേട് കൊണ്ട് ഒരു ഭാഗത്തവർ അങ്ങനെ ജീവിക്കാൻ ഒരു മാർഗം കണ്ടെത്തിയവരാണ്. ഒരിക്കലും കൊടുക്കാതിരിക്കണ്ട. പക്ഷേ വെള്ളിയാഴ്ച പള്ളിയിൽ ബക്കറ്റ് കൊണ്ടുവരുമ്പോ ഇടുന്ന എത്രയാണ്? ക്ലിങ് ക്ലിങ് ക്ലിങ്. എല്ലാ പള്ളിയുടെ അവസ്ഥ അത് തന്നെ. ഇപ്പൊ ബക്കറ്റ് പ്ലാസ്റ്റിക് ആയത് കൊണ്ട് തന്നെ ആ ശബ്ദം അല്ലാതെ തൗഫീഖ് കൊണ്ട് ഇപ്പൊ കേൾക്കാനില്ല. അല്ലാതെ ചില്ലറ മാറി നോട്ടായത് കൊണ്ടല്ല. പണ്ട് സ്റ്റീൽ തൊട്ടിയായി ബക്കറ്റായിരുന്നു, അത് മാറി ഇപ്പോ പ്ലാസ്റ്റിക്കിന്റെ ബക്കറ്റ് ആയതുകൊണ്ടാണ് ഈ ശബ്ദം കേൾക്കാത്തത്. അല്ലാതെ ചില്ലറ മാറിയിട്ട് ഇപ്പൊ നോട്ടിട്ട് അത്രയും വിശാല മനസ്കതയുള്ളത് കൊണ്ടൊന്നുമല്ല. അല്ലെങ്കിൽ നിങ്ങൾ നോക്ക്, പള്ളികളുടെയൊക്കെ മുറ്റത്ത് നോക്കുമ്പോൾ ഈ ബക്കറ്റ് കളക്ഷൻ എഴുതി വെച്ചിരിക്കുന്ന കണ്ടാൽ എത്ര മോശമാണ്. കൊടുക്കുന്നെങ്കിൽ ദീനിന്റെ കാര്യങ്ങൾക്ക് കൊടുക്കണം സഹോദരിമാരെ. അള്ളാഹു ഒരിക്കലും നമുക്ക് നഷ്ടപ്പെടുത്തില്ലല്ലോ, ഒരിക്കലും അള്ളാഹു നഷ്ടപ്പെടുത്തില്ലല്ലോ. ഇത് ഈ സമൂഹത്തിന്റെ ആവശ്യമല്ലേ? എത്രയോ പ്രളയം കണ്ടുവരാൻ മുല്ലപ്പെരിയാർ എന്ന് പൊട്ടിക്കഴിഞ്ഞാൽ ഈ അടിമാലി എന്ന് പറയുന്ന പ്രദേശമുണ്ടാകുമോ? ഇല്ലെന്നാണ് എന്റെ വിശ്വാസം. ഉരുൾപൊട്ടലുകൾ ഏറ്റവും കൂടുതൽ ഭീഷണി മുഴക്കുന്ന ഈ മലയോര പ്രദേശത്തെ മൂന്നാർ എന്ന് പറയുന്ന ഏറ്റവും മനോഹരമായ കൗതുകത്തോടെ ജനങ്ങൾ നോക്കുന്ന ടൂറിസ്റ്റുകൾ പറന്നിറങ്ങുന്ന ഈ മൂന്നാറിന്റെ അടിവാരത്ത് അടിമാലിയുടെ സാചാരത്തുള്ള അഖ്സ ഇസ്ലാമിക് അക്കാഡമിയുടെ ഈ കോളേജിന്റെ പ്രസക്തി എന്താണെന്നറിയോ? അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു, ഒരു നാട്ടിൽ അള്ളാഹു ഒരു അദാബ് ഇറക്കാൻ തീരുമാനിച്ചു. ഒരു നാട്ടിൽ അല്ലാഹു ഒരു അദാബ് ഇറക്കാൻ തീരുമാനിച്ചു. എങ്ങനെയാണ്? സൂറത്തുൽ ഫാത്തിഹയുടെ തഫ്സീറിന്റെ ഏറ്റവും അവസാനത്തെ ആയത്തിന്റെ തഫ്സീർ പറയുന്നിടത്ത് ഇമാം ബൈളാവി തന്റെ ബൈളാവി ശരീഫിൽ കൊടുത്തിരിക്കുന്ന ഹുദൈഫത്തുൽ യമാൻ തങ്ങളിൽ നിന്നുള്ള ഹദീസ. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞൊരു വാക്ക് എന്താണെന്നറിയോ? ഒരു നാട്ടിൽ അള്ളാഹു ഒരു അദാബ് ഇറക്കാൻ തീരുമാനിച്ചു. സഹോദരിമാരെ കേട്ടോളി, ഒരു നിമിഷം കൈവിട്ടങ്ങ് പോയാൽ, ഒരു നിമിഷം ഇതെല്ലാം കൂടി മല പൊട്ടിയിട്ട് വന്നു കഴിഞ്ഞാൽ വലിയ വലിയ ഭീമാകാരമായ പാറക്കൂട്ടങ്ങൾ അത് ഉരുൾപൊട്ടിയിട്ട് നമ്മുടെ നേരെ വന്നാൽ നമ്മൾ പോകുന്നല്ല, ഈ അടിമാലി പോകുന്നല്ല, ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടായിരുന്നു എന്ന് പോലും തോന്നാത്ത വണ്ണം വലിയ വലിയ കിടങ്ങുകളായിട്ടങ്ങ് മാറുവാൻ അള്ളാഹ്ക്ക് കഴിവില്ലാത്തത് കൊണ്ടാണോ? ചിലര് പറയും, നിങ്ങൾ പറയും അൽഹംദുലില്ലാഹ് ഇവിടെ എന്തായാലും സുനാമി വരൂലെന്ന്. കടലിന്റെ കരയോട് ചേർന്ന് കിടക്കുന്ന, കടലിനോട് ചേർന്ന് കിടക്കുന്നവര് പറയും ഇവിടെ എന്തായിരുന്നാലും പടച്ചോനെ തൗഫീഖ് കൊണ്ട് ഉരുൾപൊട്ടൂലെന്ന്. ശരിയാ. കടലിലൂടെ പോയാൽ പിന്നെ പുലി പിടിക്കില്ല, കടലിലൂടെ പോയാൽ തിമിംഗലം പിടിക്കും, പിന്നെ വനത്തിലൂടെ പോയാൽ കടുവ പിടിക്കും എന്ന് ചിലര് പറയാറുണ്ട്. പക്ഷേ അവിടെ നമ്മൾ തിരുത്തി പറയുന്നത്, കടലിലൂടെ പോയാൽ ഒരിക്കലും കടുവ പിടിക്കില്ല, വനത്തിലൂടെ പോയാൽ നീലത്തിമിംഗലവും പിടിക്കില്ല എന്ന് സമാധാനപ്പെടുത്താൻ വേണ്ടി പറയുന്നത് പോലെ ഇവിടെ ഒരിക്കലും സുനാമി അടിക്കൂല,
സുനാമി അടിക്കപ്പെടുന്ന തീരദേശ പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടൂല. പക്ഷേ ഇവിടെ അള്ളാഹുവിന് എന്തെല്ലാം പരീക്ഷണങ്ങൾ തരാം. ഉരുൾപൊട്ടൽ തന്നെ വേണമെന്നില്ലല്ലോ. കണ്ണില് കാണാത്തൊരു ചെറിയ വൈറസ് അങ്ങോട്ട് ഇറക്കിയിട്ട് അല്ലാഹു തആല പണിഷ്മെന്റ് കൊടുത്തപ്പോ എന്താ സംഭവിച്ചത്? കാണാത്ത ദൈവത്തെ എന്തിനാണോ താനൊക്കെ ആരാധിക്കുന്നതെന്ന് ചോദിച്ച എക്സ് മുസ്ലിമും നിരീശ്വരവാദികളും കുബുദ്ധികളായ കേരളത്തിൽ രൂപപ്പെട്ട ചില ആളുകൾ പോലും കാണാത്ത ദൈവത്തെ എന്തിനാ നിങ്ങൾ ഇങ്ങനെ ആരാധിക്കുന്നതെന്ന് ചോദിച്ചവന്മാരൊക്കെ കാണാത്ത വൈറസിനെ പേടിച്ചിട്ട് ചാക്കിനകത്ത് കയറി ഒളിച്ചിരിക്കാൻ തുടങ്ങി, പുറത്തിറങ്ങാതെയായി. അള്ളാഹുവിന് കാണുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു ശിക്ഷ പ്രളയം പോലെ മഹാമാരി പോലെ കൊണ്ടു തരണമെന്നില്ല. കാണാൻ പറ്റാത്ത ശിക്ഷ ഇറക്കിയിട്ട് അള്ളാഹുവിന് നമ്മളെ പണിഷ്മെന്റ് തരാനും കഴിയുമെന്ന് അള്ളാഹു താല ബോധ്യപ്പെടുത്തിയ ഒരു ടെസ്റ്റ് ഡോസ് മാത്രമാണ് ഈ കഴിഞ്ഞ COVID-19 എന്ന കൊറോണ വൈറസ്. അല്ലാതെ അള്ളാഹുവിന്റെ ശിക്ഷയല്ല. എല്ലാവരും പറയുന്നത് എന്താ? പടച്ചോന്റെ ശിക്ഷ ഇങ്ങോട്ട് ഇറങ്ങിയെന്നാ. ശിക്ഷ ഇറങ്ങിയിട്ടില്ലെന്ന്